എന്താണ്ടും പോയി വണ്ടി ഓടിച്ചപ്പോൾ പെട്ടോ ഇല്ല. ഇന്നത്തെ പണികാശും പോയി, എല്ലാം പോയി. അഴിച്ച് പണിയാൻ പറ്റുമോ നോക്കാൻ പോകും. ഇത് ലാസ്റ്റ് ട്രൈ ചെയ്യാം. വെൽക്കം ടു സൊമാറ്റോ ചലഞ്ച് ഡേ 26. ഓക്കെ, മൊത്തത്തിൽ ഇന്ന് ചലഞ്ചാണ്, ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി കംപ്ലൈൻ്റ് ആയിപ്പോയി, വേറെ ഓപ്ഷനില്ല, വണ്ടി ഓടിച്ചേ പറ്റുള്ളൂ. അതും തൃപ്പൂണിത്തറ ഒരു കാട്ടുമുക്കില്ല, വേറെ ഓപ്ഷനില്ല. വെച്ചിട്ട് ആദ്യം ഒന്ന് കംപ്ലൈൻ്റ് ആയി പോയതായത്. എന്നിട്ട് ഞാൻ രണ്ടാമതാ ശരിയാക്കിയതായത്. മൊത്തം അഴിച്ച് വീണ്ടും ആ ഫീസ് അടിച്ച് പോയി. ഞാൻ കടയിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മൊത്തം അഴിച്ച് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. പക്ഷേ ഞാനൊന്ന് ബൈക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം മാറ്റിയുള്ളൂ, അത് പൊട്ടിപ്പോയി. അദ്ദേഹത്തിന് ഒരെണ്ണം കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. മൊത്തത്തിൽ പണി പാളി. എന്ത് മൂഞ്ചിയ അവസ്ഥയെന്ന് നോക്കി. ഞാൻ പീസ് മാറിയിട്ടുണ്ട്. ഇതാണ് പൊട്ടിയ പീസ്. തെളിഞ്ഞിട്ടുണ്ട്, എന്താകുമെന്ന് അറിയാൻ പാടില്ല. പക്ഷേ എനിക്ക് എന്താകുമോ സമയം മാറിയാണ്. പക്ഷേ പോവില്ലെന്ന് എനിക്കറിയാൻ പാടില്ല. നോക്കാം. തന്നെടാ നീ പോണില്ലടാ. നോക്ക്, ഒരൊറ്റ കൈ പ്രയോഗം ഞാൻ നടത്തിയിട്ടുണ്ട്. നോക്ക്, ഇതിനകത്തൊരു ഞാനൊരു സ്ലാഗ് കമ്പിട്ട് കെട്ടി വെച്ചിട്ടുണ്ട്. എന്താകുമെന്ന് അറിയാൻ പാടില്ല, നാളെ അറിയാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം നിന്ന് പോയില്ലെന്ന്. ഓക്കെ, മൂന്നാമത്തതാണ്. ഇതും കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. ഓപ്പ് നിർത്തിയിട്ട് ഒന്നും ആയിട്ടില്ല, അതാണ് പോകാൻ മതി. അടുത്ത ദിവസം ഒരു ട്രിപ്പുള്ള വണ്ടി നിന്ന് കത്തിപ്പോകാണ്ടിരുന്നാൽ മതി. ആ ഫീസിന് പകരം ഞാനൊരു സ്ലാഗ് കമ്പ്യൂട്ടർ റെഡിയാക്കി വെച്ചേക്ക് പോയി. വീണ്ടും പോയി. ശരിയാക്കിയത് അത് വീണ്ടും പോയി. 2 തവണ. ഇപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ നാളത്തോട്ടാക്കുന്നില്ല. ഏകദേശം ഇന്ന് നമ്മൾ മൊത്തത്തിൽ 1389 രൂപയ്ക്ക് ഓടിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നേക്കുന്നത് 348 രൂപ. 48 രൂപ ഫുഡും 300 രൂപ അടുത്ത് നമ്മൾ പെട്രോളും വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ മൊത്തത്തിൽ ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ 12,215 രൂപയാണ്. മൊത്തത്തിൽ നമ്മൾ ഓടിയേക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 53,800 രൂപയാണ്. സോ വണ്ടി കംപ്ലൈൻ്റ് ആയി പോയി, വേറെ വഴിയില്ല, നിർത്തി. ഞാൻ ഇനി ഇന്നത്തെ വീഡിയോ നാളെ തൊട്ടാക്കുന്നില്ല. ഓക്കെ, ബൈ.